അവക്കോട്ട എന്ന് പറയുന്ന ഒരു മരമാണിത്. പക്ഷേ ഇതിൻ്റെ പഴത്തിന് അമൂല്യമായിട്ട് നമുക്ക് ഔഷധ ഗുണമാണ് ഉള്ളത്. കാരണം ഷുഗർ, പ്രഷർ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇത് കഴിക്കാൻ പറ്റും. ഇത് ഭയങ്കര ആദായകരമാകുന്ന ഒരു വൃക്ഷവും കൂടിയാണ്. കാരണം ഇതിൽ പിടിക്കുന്ന കായകൾ നമുക്ക് 1 കിലോയ്ക്ക് 200 രൂപ, 150 രൂപ തൊട്ടുണ്ട്. അപ്പോൾ ഒരു മരത്തിൽ സാധാരണ 200, 150, 300 കായ. കാരണം 1000 കായ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതില്ല. നമുക്ക് ഇവിടെ തന്നെ ഈ പ്രദേശവാസികളോട് ഒന്ന് ചോദിച്ചു നോക്കാം, എത്ര രൂപ ഇതിന് വില വരും അണ്ണ ഇതിന്? இது நாற்று கேட்குறீங்களா? இல்லை காயா இல்லை ட்ரீயா? അല്ല, കായ്ക്ക് ஸ்டார்டிங் ப்ரைஸ் 150, ഹയസ്റ്റ് வந்து 300. അത് 150 to 300 വരും. ഒരു മരത്തിൽ നിന്ന് സാധാരണ എത്ര നമുക്ക് രൂപ വരെ കിട്ടും? ഒരു മരത്തിൽ வந்து 200 കിലോവും വരും, 500 വരും. 200 തൊട്ട് 500 കിലോ വരെ വരും. അപ്പോൾ 1 കിലോയ്ക്ക് എന്താ വില? 200 തൊട്ട് 300 വരെ വരാം 1 കിലോയ്ക്ക്. അപ്പം സാധാരണ ഒരു മരത്തിൽ നിന്ന് വരുമ്പോൾ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം 20,000, 30,000, 50,000 രൂപ വരെ ഒരു മരത്തിൽ നിന്ന് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ തണുപ്പുള്ള മേഖലകളിലാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഹൈ റേഞ്ച് മേഖലകളിലേക്കൊക്കെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. എപ്പോഴും മാർക്കറ്റ് കുറയാത്ത ഒരു വസ്തുവാണ് ഈ അവക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ചെടിയിൽ ഇത് മൊത്തമായിട്ട് പൂക്കും. കാരണം 10, 300 ഉണ്ടാകും. പക്ഷേ 1, 2 കായാണ് ഒരു കൊലയിൽ പിടിക്കുക. പക്ഷേ അത് മതി. കാരണം 200, 150, 300 കായകളുണ്ടാകും. 1 കിലോയ്ക്ക് 200 തൊട്ട് 300 വരെ നമുക്ക് വില കിട്ടും. ഈ മരം എല്ലായിടത്തും, കാരണം ഇന്ന് വൻ രീതിയിൽ വിപണിയുള്ളതാണ്. പ്രത്യേകിച്ച് ഷുഗർ, പ്രഷർ, രക്തക്കൊഴുപ്പ് ഇതൊക്കെ ഉള്ളതിലടുത്ത് നമുക്ക് വളരെ ഗുണപ്രദമാകുന്ന ഒരിതാണ്. അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് വളരെ ആദായകരമാകുന്ന ഒരു ബിസിനസ്സാണ്. വെറുതെ കാലിത്തോട്ടങ്ങളിൽ കല്ലുംകൂട്ടങ്ങളിലൊക്കെ നമുക്ക് നട്ടുവളർത്താവുന്ന, ആർക്കും ഏത് കാലാവസ്ഥയും തണുപ്പുള്ള മേഖലകളിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിപണനം ഉള്ളതാണ്. നമുക്ക് ലാഭകരമായ കൃഷിയാണ്. അതിനൊരു 2 വർഷം സംരക്ഷിച്ചു കഴിഞ്ഞാൽ 4 വർഷത്തിനുള്ളിൽ അത് കായയായിട്ട് തുടങ്ങും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കായ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അതിൻ്റെ കായ. കാരണം ഇതിലും വലിപ്പം ഉണ്ടാവും. കാരണം 1 കിലോ തൊട്ടുള്ള 250 താഴോട്ട് ഒരു കായും വരില്ല നമുക്ക്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ 1/2 കിലോ മേളിലുണ്ട് ഒരു കായ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഇത് ചിരട്ട പോലെയാണ്. നമ്മൾ നടു പൊളിച്ചു കഴിഞ്ഞാൽ ചിരട്ടയ്ക്കകത്ത് നമ്മൾ തേങ്ങ ഇരിക്കുമ്പോൾ തന്നെയാണ് അതിനകത്തിരിക്കുന്ന കായാണ് ഇത്. ഇത്രയും വലിയൊരു കായ അതിനകത്തുണ്ടാവും. ഇതാണ് കുഴിച്ചിടുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഇത് ലാഭകരമാണ്. പ്രത്യേകിച്ച് കൊഴുപ്പുള്ളവർക്ക്, ശരീരത്തിൻ്റെ രക്തമുള്ളവർക്ക്, അതേപോലെ പ്രഷർ, ഷുഗർ ഉള്ളവർക്കെല്ലാം ഭയങ്കരമായിട്ടൊരു ഔഷധമാണ്. നിങ്ങൾക്ക് കൃഷി ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനോ ഇതുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ ഇതിനകത്ത് സേവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വളരെ ലാഭകരമാകുന്ന ഒരു കൃഷിയാണ്. നമുക്ക് കല്ലുംകൂട്ടങ്ങളും മൂന്നാർ, അതേപോലെ തന്നെ കുമിളി മേഖലകളിലൊക്കെ ഏറ്റവും തണുപ്പ് ചെറിയ തോതിലുള്ള മേഖലകളിലെല്ലാം തന്നെ ഇത് കൃഷി വളരെ വളരെ ലാഭകരമാണ്. ഒരു മരം, നമുക്കൊരു 10 മരം ഉണ്ടെങ്കിൽ 2 ഏക്കർ ഏലക്കാടുള്ള രീതിയാണ് നമുക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഏലം, കാപ്പി, കുരുമുളകൊക്കെ ഉള്ളിടത്തിൽ ഇത് കൃഷി ചെയ്യുക. നിങ്ങൾ വൻ വിപണനം ഉണ്ട്, ലാഭകരമാണ്. നമുക്ക് മറ്റുള്ള പണിക്കാരെ പോണക്കുള്ളതല്ല. എന്നും ഇതിന് വിപണനം, ഇത് എക്സ്പോർട്ടിംഗ് ആണ് കൂടുതലും. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് നിങ്ങൾ കൃഷി ചെയ്യാൻ നോക്കുക. ഇതിനെക്കുറിച്ചുള്ള തൈ കിട്ടുന്നതും കായകളും കിട്ടുന്നതിനെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും ഈ വീഡിയോയിലുണ്ട്. ഇത് വലിയൊരു ഔഷധവും കൂടിയാണ്.